ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും RAS ബോധി റാസ് ബോധി യൂട്യൂബ് ചാനലിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രധാനപ്പെട്ട PSC പരീക്ഷകളെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. ഏറ്റവും പുതിയ കേരള PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മത്തിൻ്റെ ഭാഗമായി പ്രതിപാദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. ഏതായിരിക്കും? ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ. ചോദ്യം ഇതാണ്: തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം, അല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കിയേ. ഹു ഡിഡ് കോയിൻ ദി ടേം ബ്യൂറോക്രസി ടു എക്സ്പ്ലെയിൻ ദി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോൺ ഇലക്റ്റഡ് ഒഫീഷ്യൽസ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ മാക്സ് വെബർ, ഓപ്ഷൻ ബി മാർട്ടിൻ അൽബ്രോ, ഓപ്ഷൻ സി വിൻസെൻ്റ് ഡി ഗൗർണി, ഓപ്ഷൻ ഡി ഹെർബർട്ട് എ സൈമൺ. 4 ഓപ്ഷനുകളാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം ഒന്നേ ഉള്ളൂ. നമുക്കറിയാം 4 ഓപ്ഷനുകളാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നമുക്കറിയാം. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ എ മാക്സ് വെബർ, ഓപ്ഷൻ ബി മാർട്ടിൻ അൽബ്രോ, ഓപ്ഷൻ സി വിൻസെൻ്റ് ഡി ഗൗർണി എന്നാണ് കേട്ടോ, ഗുർണെ എന്നാണ് കിടക്കുക, ഗൗർണി എന്നാണ്. ഓപ്ഷൻ ഡി ഹെർബർട്ട് എ സൈമൺ. ഇവിടുത്തെ ശരിയായ ഉത്തരം ഒന്നേ ഉള്ളൂ. അത് ഏതാണ്? ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ബ്യൂറോക്രസി നിങ്ങളുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ടോപ്പിക്കാണ്. എന്നറിയപ്പെടുന്നത് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്നു, അല്ലേ? നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണ് എന്ന്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തും പൊതുഭരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ, പൊതുഭരണം വളരെ എഫിഷ്യൻ്റായി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏതൊരു രാജ്യത്തും ഗവൺമെൻറ് നയങ്ങൾ നടപ്പിലാക്കാൻ, ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണെന്ത്? ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് അറിയപ്പെടും. ഈ ബ്യൂറോക്രസി എന്ന വാക്ക് തന്നെ മറ്റേതോ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു വാക്കാണെന്ന് തോന്നുന്നില്ലേ? ബ്യൂറോ എന്ന ഫ്രഞ്ച് വാക്ക്, ക്രാട്ടോസ് എന്ന ഗ്രീക്ക് വാക്ക് എന്നിവയിൽ നിന്നാണ് ബ്യൂറോക്രസി എന്ന പദം ഉത്ഭവിച്ചത്. ബ്യൂറോ എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഫീസ് ഓർ ഡെസ്ക് എന്നാണ്. ക്രാട്ടോസ് എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ പൊളിറ്റിക്കൽ പവർ എന്നാണ്. അപ്പോൾ ബ്യൂറോ എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫീസ് ഓർ ഡെസ്ക് എന്നാണ്. ക്രാട്ടോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ പവർ. ഈ വാക്കിൻ്റെ ഈ വാക്കുകളുടെ കോമ്പിനേഷനാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടും. ലോകത്താദ്യമായി ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ച ഒരു ഫിലോസഫർ ഉണ്ട്. ആരാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ടേം ബ്യൂറോക്രസി കോയിൻഡ് ബൈ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാമോ? അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ്. എന്താണ്? ജാക്കസ് ക്ലോഡ് മെറിൻ വിൻസെൻ്റ് ഡി ഗൗർണി എന്നാണ് പേര്. അപ്പോൾ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആയിരുന്ന ജാക്കസ് ക്ലൗഡ് മെറി വിൻസെൻ്റ് ഡി ഗൗർണി എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ചുരുക്കി അറിയപ്പെടുക വിൻസെൻ്റ് ഡി ഗൗർണി എന്നാണ്. ഫ്രഞ്ച് ഇക്കണോമിസ്റ്റാണ്. ഇദ്ദേഹമാണ് ആദ്യമായി ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത്. എന്നാൽ നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി 1818 കൂടി തന്നെ ഇംഗ്ലീഷിൽ ആദ്യമായി ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ഐറിഷ് നോവലിസ്റ്റ് ആയിരുന്ന ലേഡി മോർഗൻ ആണ്. ലേഡി മോർഗൻ ആണ് ബ്യൂറോക്രസി എന്ന പദം ഇംഗ്ലീഷിൽ ആദ്യമായി ഉപയോഗിച്ചത്. ബ്യൂറോക്രാറ്റിക് തിയറി ആവിഷ്കരിച്ച വ്യക്തി ആര്? മറ്റൊരു ചോദ്യമാണ്. ബ്യൂറോക്രാറ്റിക് തിയറി ആവിഷ്കരിച്ചത് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, മാക്സ് വെബർ ആണ്. മാക്സ് വെബർ ആണ്, ഓർത്തിരിക്കണം. അപ്പോൾ ബ്യൂറോക്രാറ്റിക് തിയറി ആവിഷ്കരിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ആര് പറയും നിങ്ങൾ? മാക്സ് വെബർ ആണ്. എന്താണ് ബ്യൂറോക്രാറ്റിക് തിയറി? ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രാഥമികമായ ആശയങ്ങൾ രൂപീകൃതമായ ഈ ഒരു പരമ്പരാഗത കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രധാനപ്പെട്ട ഈ ആശയങ്ങൾ അറിയപ്പെടുന്നത് വെബേഴ്സ് ഐഡിയൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രസി എന്നാണ്. അപ്പോൾ വെബേഴ്സ്
ഐഡിയൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട് മാക്സ് വെബർ മുന്നോട്ട് വച്ച ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റാണ് ഈ മാക്സ് വെബർ. അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങൾ 6 പ്രധാനപ്പെട്ട ആശയങ്ങളെയാണ് എന്തറിയപ്പെട്ടത്, വെബേഴ്സ് ഐഡിയൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രസി എന്നറിയപ്പെട്ട 6 ആശയങ്ങളാണ്. മാക്സ് വെബർ മുന്നോട്ട് വച്ച ഒന്നാമത്തെ ആശയമാണ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ എന്നറിയപ്പെട്ടു. സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും എന്നറിയപ്പെട്ട ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയമാണ് ശ്രേണീപരമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങളാണ്. എന്താ പറയുക, ശ്രേണീപരമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങളാണ്, ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം. മൂന്നാമത്തത് ഇംപേഴ്സണൽ നേച്ചർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമല്ലാത്ത രീതി, ഇംപേഴ്സണൽ നേച്ചറാണ്. അതുപോലെ തന്നെ മറ്റൊരാശയം ഇദ്ദേഹം മുന്നോട്ട് വെച്ചത് റാഷണൽ ലീഗൽ അതോറിറ്റി എന്നാണ്. റാഷണൽ ലീഗൽ അതോറിറ്റി എന്താണ്? റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിസഹമായ നിയമ അതോറിറ്റി. മാക്സ് വെബർ മുന്നോട്ട് വെച്ച അടുത്ത പ്രധാനപ്പെട്ട ഒരു ആശയം എന്നറിയപ്പെടുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രൊമോഷനുകളും മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള നിയമനവും പ്രൊമോഷനുകളും. അപ്പോയിൻമെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ബേസ്ഡ് ഓൺ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അപ്പോയിൻമെൻറ്റുകളും പിന്നെ പ്രൊമോഷനുകളും എന്ന ആശയമാണ് ആര് മുന്നോട്ട് വെച്ചത്? നമ്മൾ ഈ പറയപ്പെട്ട മാക്സ് വെബർ. മറ്റൊരു ആശയമാണ് പ്രൈമസി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത. ഇത്രയുമാണ്. അപ്പോൾ നമുക്കറിയാം മാക്സ് വെബർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ വെബേഴ്സ് ഐഡിയൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രസി എന്നറിയപ്പെട്ട 6 പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തല്ല? ഒന്ന് പറഞ്ഞ ഏതാണെന്ന്? എന്താണ്? സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവുമാണ്. 2 ശ്രേണീപരമായി നിർവചിക്കപ്പെട്ട അധികാരങ്ങളാണ്, ഹയറാർക്കിക്കൽ ഓർഗനൈസേഷനാണ്. മൂന്നാമത്തത് ഇംപേഴ്സണൽ നേച്ചറാണ്, എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമല്ലാത്ത രീതി. നാലാമത്തത് പ്രൈമസി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത. അഞ്ചാമത്തെ ആശയം എന്നറിയപ്പെടുന്നത് റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ യുക്തിസഹമായ നിയമ അതോറിറ്റി. ആറാമത്തെ ആശയം എന്നറിയപ്പെടുന്നത് അപ്പോയിൻമെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളും പ്രൊമോഷനുകളും. ഈ 6 ആശയങ്ങളെ വിളിക്കുന്ന പേരാണ് വെബേഴ്സ് ഐഡിയൽ പ്രിൻസിപ്പിൾസ് ഓൺ ബ്യൂറോക്രസി എന്ന് അറിയപ്പെടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ചോദിക്കാം പരീക്ഷയ്ക്ക്, നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റെഫേർഡ് ആസ് ദി മേജർ ഫംഗ്ഷൻ ഓഫ് ബ്യൂറോക്രസി? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന കർത്തവ്യമെന്ത്, കടമയെന്ത് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൻ ഏജൻസി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസീസ് എന്നാണ് ഓർത്തിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. എന്താണ് ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് ആര് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആരാണ്? വിൻസെൻ്റ് ഡി ഗൗർണി എന്നാണ് പൂർണ്ണമായ പേര്. ജർമ്മൻ ഇക്കണോമിസ്റ്റാണ് അദ്ദേഹം. പൂർണ്ണമായ പേരെന്താണ്? ജോക്കസ് ക്ലൗഡ് മേരി വിൻസെൻ്റ് ഡി ഗൗർണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടല്ലേ? കേരളത്തിലുണ്ടോ ഉദ്യോഗസ്ഥ വൃന്ദം? ഉണ്ട്. അമേരിക്കയിലുണ്ടോ? ജർമ്മനിയിലുണ്ടോ? ഇറ്റലിയിലുണ്ടോ? എവിടെയെല്ലാം പൊതുഭരണമുണ്ടോ അവിടെയെല്ലാം ആരുണ്ടായിരിക്കും? ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി ഉണ്ടായിരിക്കും. അപ്പോൾ ലോകത്തെവിടെയാണെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അടിസ്ഥാനപരമായി ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട 5 ഫീച്ചേഴ്സാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ്, അടിസ്ഥാന സവിശേഷതകളായി അറിയപ്പെടുന്നു. എന്തെല്ലാമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ എന്നറിയപ്പെടുന്നത്? ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. ഒന്നാമത്തതാണ് ശ്രേണീപരമായ സംഘാടനം, ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ.
2 സ്ഥിരതയാണ്. എന്താ പറയുക? സ്ഥിരത, പെർമനൻസി എന്നൊക്കെ പറയാം, സ്ഥിരത. 3 യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള നിയമനം, അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ. 4 എന്നറിയപ്പെടുന്ന എന്താശയമാണ് പറയാമോ? 3 യോഗ്യത, 1 ശ്രേണിപരമായ സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണെങ്കിൽ 4ാമത്തെ ആശയം രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയ നിഷ്പക്ഷത. 5 തൊഴിൽ വൈദഗ്ധ്യം എന്ന് പറയും. 5 എന്ന് പറയുന്നു തൊഴിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്ന് പറയുന്നു. ഇത്രയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തെല്ലാം? ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി പറഞ്ഞ ഏതൊക്കെയാ? 1 ശ്രേണീപരമായ സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, 4 രാഷ്ട്രീയ നിഷ്പക്ഷത, 5 തൊഴിൽ വൈദഗ്ധ്യം. എന്താണ് ഈ ശ്രേണീപരമായ സംഘാടനം? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉദ്യോഗസ്ഥ വൃന്ദം എവിടെയാണെങ്കിലും ഏറ്റവും മുകളിലായ ഒരു ഉദ്യോഗസ്ഥനും താഴേക്ക് വരുംതോറും കൂടുതൽ സബോർഡിനേറ്റ്സ്, കീഴ് ജീവനക്കാരും കാണപ്പെടുന്നു. ശരിയല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ശ്രേണീപരമായ സംഘാടനം. എന്താണ് സ്ഥിരത? പെർമനൻസി. സ്ഥിരത എന്ന് വെച്ചാൽ എന്താണ് സ്ഥിരത? നമുക്കറിയാം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം എക്സിക്യൂട്ടീവാണ്. അതായത് നീണ്ട കാലത്തേക്ക് നിശ്ചിത പ്രായം വരെ സ്ഥിരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് ആരെന്നറിയപ്പെടുന്ന അതുകൊണ്ട് തന്നെ അവരെ അറിയപ്പെടുന്നത് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്നാണ്, സ്ഥിരം കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ 2ാമത്തെ പ്രത്യേകത സ്ഥിരതയാണ് അല്ലേ. 3ാമത്തെ പ്രത്യേകത എന്താ? യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം അല്ലേ. അപ്പോയിൻമെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, യോഗ്യത അടിസ്ഥാനമാക്കിയാണ് നിയമനം. 4ാമത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത അല്ലേ. നമുക്കറിയാം ബ്യൂറോക്രാറ്റ്, ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആരായിരിക്കണം? പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണം, രാഷ്ട്രീയമായി നിഷ്പക്ഷത പുലർത്തേണ്ടതാണ്. ഭരണവർഗത്തോടോ പ്രതിപക്ഷത്തോടോ പ്രത്യേക മമതയോ കൂറോ കാട്ടാൻ പാടില്ല എന്നാണ് പറയുക. ഗവൺമെൻറ്റിന് നിഷ്പക്ഷമായി ഉപദേശങ്ങൾ നൽകേണ്ടതാണ്, ജനങ്ങളോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമീപിക്കേണ്ടതാണ് എന്നെല്ലാം പറയുന്ന ആശയമാണ് രാഷ്ട്രീയ നിഷ്പക്ഷത. 5ാമത്തെ ആശയമാണ് തൊഴിൽ വൈദഗ്ധ്യം, പ്രൊഫഷണലിസം എന്ന് പറയും. പ്രൊഫഷണലിസം, തൊഴിൽ വൈദഗ്ധ്യം. എന്താണ് തൊഴിൽ വൈദഗ്ധ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായി പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള അവരുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് തൊഴിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം. അപ്പോൾ പറഞ്ഞേ നിങ്ങൾ എന്താണ് തൊഴിൽ വൈദഗ്ധ്യം എന്ന് പറഞ്ഞേ? പ്രൊഫഷണലിസം അല്ലെങ്കിൽ തൊഴിൽ വൈദഗ്ധ്യം എന്നാൽ എന്ത്? ഇങ്ങനെ പറയുക, ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായി പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് തൊഴിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്നറിയപ്പെട്ടു. ക്ലിയർ ആണെന്നല്ലോ? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ 5 പ്രത്യേകതകൾ മനസ്സിലായല്ലോ. ശ്രേണിപരമായ സംഘടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, 5 തൊഴിൽ വൈദഗ്ധ്യം. ക്ലിയർ അല്ലേ? നോക്കൂ, മറ്റൊരു ചോദ്യമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റലൈസേഷനുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഉപയോഗിക്കുന്ന 4PS തിയറിയെക്കുറിച്ചാണ് ഈ ചോദ്യം. 4PS തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റലൈസേഷനുമായി ബന്ധപ്പെട്ട ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികൾ, സ്ഥലം എന്നീ ആശയങ്ങൾ ഉൾപ്പെട്ട 4PS തിയറി ആവിഷ്കരിച്ചത് ആരാണെന്നാണ്. ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. 2 വ്യക്തികൾ ചേർന്നാണ്. ആരൊക്കെയാണ്? ലൂതർ ഗുള്ളിക് ആൻഡ് ലിൻഡൽ ഉർവിക് എന്നാണ് ശരി. ലൂതർ ഗുള്ളിക്കും ലിൻഡൽ ഉർവിക്കും ചേർന്ന് ആവിഷ്കരിച്ചതാണ് ഏത്? 4PS തിയറി. അപ്പോൾ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന ചോദ്യത്തിലേക്ക് വരാം. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നാൽ എന്ത് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ വകുപ്പ് മാറ്റം. ശരിയല്ലേ? ആണോ അല്ലയോ? ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊന്നിലേക്കെല്ലാം മാറ്റാറില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറില്ലേ? അതിനുവേണ്ടി ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് 4PS. 4 എന്നെഴുതി PS, 4PS. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? 4PS എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ പ്രത്യേകത. 2, ഇതിലെ 4 ആശയങ്ങളിൽ P അല്ലെങ്കിൽ S എന്നീ ആശയങ്ങൾ എന്നീ അക്ഷരങ്ങൾ ഉൾക്കൊള്ളും. ഉദാഹരണത്തിന് 4PS തിയറിയിലെ ഒന്നാമത്തെ ആശയം പർപ്പസ് ആണ്. പർപ്പസ്. 2 പ്രോസസ്
3 പേഴ്സൺ, 4 പ്ലേസ്, 4 ആശയങ്ങളാണ്. കണ്ടോ? പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്, ഈ 4 ആശയങ്ങളാണ്. സോ ദാറ്റ് ദിസ് അക്രോണിം ഓഫ് ദിസ് തിയറി ഈസ് നോൺ ആസ് 4PS തിയറി. ആവിഷ്കരിച്ചത് 2 പേർ ചേർന്ന്. ആരൊക്കെയാ? ലൂതർ ഗുള്ളിക്കും ലിൻഡൽ ഉർവിക്. അപ്പോൾ 4PS തിയറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ പറഞ്ഞ്: പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ആൻഡ് പ്ലേസ്. വ്യക്തികൾ, ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികൾ, സ്ഥലം. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികൾ, സ്ഥലം. 4PS. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന നിങ്ങളുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തത്. മറ്റൊരു ഭാഗത്ത് മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.